നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസം യുദ്ധത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നവർ ഇന്ന് അമേരിക്ക ഇടപെട്ടതോടെ മോദിയെ വിമർശിച്ചുകൊണ്ട് ചില കമന്റുകളും അല്ലെങ്കിൽ അതിനെതിരെ ചില പോസ്റ്റുകളും ഇട്ടുകൊണ്ട് രംഗത്ത് വരുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ 3 പതിറ്റാണ്ട് മുൻപ് ദാവൂദ് ഇബ്രാഹിമിനെ വകവരുത്താൻ ഇന്ത്യൻ സൈന്യം തന്ത്രങ്ങൾ തയ്യാറാക്കിയ കഥയും ഇപ്പോൾ ചർച്ചയാവുകയാണ്. കറാച്ചിയിൽ ഇന്ത്യയെ കരയിപ്പിച്ച അധോലോക നായകനെ കമാൻഡോകൾ വളഞ്ഞ ഒരു സാഹചര്യം. അന്ന് അതിസാഹസികമായിട്ടാണ് ഇന്ത്യൻ സേനയുടെ ഗൺ പോയിന്റിലേക്ക് കൊടും ഭീകരൻ ദാവൂദ് എത്തിയത്. പക്ഷേ പെട്ടെന്ന് ആ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരിൽ പ്രധാനിയായിരുന്ന അജിത് ഡോവൽ അടക്കം നിരാശരായി. മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ പ്രധാനി അന്നത്തെ PM-നെ വിളിച്ചെന്നും അതോടെ ആ ഓപ്പറേഷൻ അവസാനിച്ചെന്നൊക്കെയാണ് ചില അണിയറ കഥകൾ പുറത്തു വന്നത്. പക്ഷേ 1992 ബോംബെ കലാപ വില്ലൻ ഇന്നും പാകിസ്ഥാനിൽ സുഖമായി കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് മുംബൈ വിറപ്പിക്കാനാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അജ്മൽ കസബും കൂട്ടരുമെത്തിയത്. അതിനും പാകിസ്ഥാൻ അതിർത്തി കടന്ന പ്രതികാരം ഇന്ത്യ വീട്ടിയില്ല. അന്നും എത്ര ജീവനുകളാണ് ഇന്ത്യയിൽ പൊലിഞ്ഞത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയതിനു ശേഷമുണ്ടായ 3 പ്രധാന ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ അതിൻ്റെ ചൂടറിഞ്ഞു. ഉറിയിലെയും പുൽവാമയിലെയും കടന്നാക്രമണത്തിൽ 2 സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യ തിരിച്ചു സമ്മാനിച്ചത്. പഹൽഗാമിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെ തകർത്തു. യുദ്ധമല്ല ഇന്ത്യൻ ലക്ഷ്യമെന്നും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞുള്ള ഓപ്പറേഷൻ. ഇത് യുദ്ധമല്ല, ഇത് 26 സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടി മാത്രമാണ്. പാകിസ്ഥാൻ എപ്പോൾ വെടിനിർത്തിയാലും ഇന്ത്യ സമാധാനത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചു നടത്തിയ ഓപ്പറേഷൻ. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ധാരണയുണ്ടായത്. പക്ഷെ അതും വെറും മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ പാകിസ്ഥാൻ തെറ്റിച്ചതും നമ്മൾ കണ്ടു. പക്ഷേ തെറ്റിച്ചില്ലെന്ന് പരസ്യമായിട്ടാണ് പാകിസ്ഥാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ തെറ്റുപോലും ഇന്ത്യ ഗൗരവത്തിൽ എടുത്തു എന്നതാണ് വസ്തുത. പക്ഷേ തീവ്രവാദികളെ കയ്യോടെ കിട്ടുകയെന്ന ലക്ഷ്യത്തിന് ഇത് സഹായകമാകുമെന്ന് മോദി സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദപൂർവ്വം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചതായാണ് സൂചന. പക്ഷേ ഇതിന്റെ പേരിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയാണ് ഒരു കൂട്ടം. മോദിയുടെ നെഞ്ചളവിനെയാണ് ചിലർ ചോദ്യം ചെയ്യുന്നത്. സൈന്യത്തിന്റെ മാനസികാവസ്ഥയെ ഇത് തളർത്തുമെന്ന വിമർശനം ഉന്നയിക്കുന്നവർ അറിയുന്നില്ല. അങ്ങനെ എന്ത് തീരുമാനമെടുക്കാനും സ്വാതന്ത്ര്യം നൽകിയവർ മോദിയെ തള്ളിപ്പറയുന്നു. ഇവിടെയാണ് മോദിയെ പിന്തുണച്ച് കോൺഗ്രസ് MP ശശി തരൂർ ശ്രദ്ധേയമായ ഒരു നിലപാട് വിശദീകരണം നടത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ 1971 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് MP ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തിയത് എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത്. ഇതോടെ അമേരിക്ക ഇന്ത്യൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഇടപെട്ടത് കോൺഗ്രസ് ഒരു വിഷയമായി ഉന്നയിച്ചിരുന്നു. 1971 സമാന സാഹചര്യം ഉണ്ടായെന്നും അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ലെന്നുമുള്ള ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തരൂരിന്റെ പ്രതികരണം. 1971 ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു. നിലവിലെ സാഹചര്യം 1971 നിന്ന് വ്യത്യസ്തമാണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബംഗ്ലാദേശിന്റെ ധാർമ്മികമായ ഒരു പോരാട്ടമാണ് നടന്നത്. ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു. ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് അന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം. അതിനുള്ള വില അവർ നൽകിയേ മതിയാകൂ. ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ലെന്നും തരൂർ പറഞ്ഞു. ഇതാണ് മോദിയുടെ തുടക്കം മുതലേ പറഞ്ഞതും ലക്ഷ്യമിട്ടതും. പക്ഷെ അവിടെയും രാഷ്ട്രീയം കണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് കോൺഗ്രസ് ശ്രമം. മോദിക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലെല്ലാം വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയതിൽ ആശ്വാസം നിറഞ്ഞ പ്രതികരണവുമായി പ്രതിപക്ഷ പാർട്ടികൾ തുടക്കത്തിൽ രംഗത്ത് വന്നിരുന്നു. തീരുമാനം സ്വാഗതം ചെയ്ത് CPM രംഗത്ത് വന്നപ്പോൾ ആശ്വാസകരമെന്നായിരുന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം. വെടിനിർത്തൽ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടുന്നത് ശരിയല്ലെന്നുമായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. സംഘർഷത്തിൽ ഏർപ്പെടുന്ന 2 രാജ്യങ്ങളാണ് ചർച്ച നടത്തേണ്ടത് എന്നാണ് നേരത്തെ CPM-ന്റെ നിലപാട്. മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ടതില്ല. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് പിന്നാലെ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് CPM-ആണ്. പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നും ബേബി ആവശ്യപ്പെട്ടു.
വെടിനിർത്തലെ സ്വാഗതം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പ്രതികരിച്ചു. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രഖ്യാപനം ആശ്വാസമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. ജില്ലാ കളക്ടർമാർ സ്ഥിതി പഠിച്ച ശേഷം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇളവ് നൽകും. ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ നടപടി തുടങ്ങും. കൊല്ലപ്പെട്ടവരുടെ സഹായധന വിതരണം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പൊതുനിലപാട്. ഇതിനെയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ തന്നെ സോഷ്യൽ മീഡിയയിൽ തള്ളി പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ചിത്രവുമായി അവർ മോദിയെ കടന്നാക്രമിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ കശ്മീർ പ്രശ്ന പരിഹാരത്തിന് ഇടപെടാമെന്ന വാഗ്ദാനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. വെടിനിർത്തൽ തയ്യാറായ ഇരു രാജ്യങ്ങളുടെ നേതൃത്വത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റിലാണ് ട്രംപ് കാശ്മീർ വിഷയത്തിൽ ഇടപെടാമെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വെടിനിർത്തൽ ധാരണയിലെത്താൻ US സഹായം ചെയ്തുവെന്ന അവകാശവാദം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ സംബന്ധിച്ചതായി ശനിയാഴ്ച ട്രംപാണ് ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തലിന് മധ്യസ്ഥം വഹിച്ചു വന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ പരോക്ഷമായി തള്ളിയിരുന്നു. പാകിസ്ഥാനുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വെടിനിർത്തലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. നിരവധി ആളുകളുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമായിരുന്ന നിലവിലെ ആക്രമണം നിർത്തിവെക്കേണ്ട സമയമായെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശക്തവും അതുപോലെ തന്നെ നേതൃത്വത്തിൽ താൻ അഭിമാനിക്കുന്നു. സംഘർഷം തുടർന്നിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായ ആളുകൾ മരിക്കുമായിരുന്നു. ധീരമായ പ്രവർത്തികൾ നിങ്ങളുടെ പൈതൃകത്തെ വളരെയധികം ഉയർത്തുമെന്നും ട്രംപ് പറയുന്നു. ഇതിനിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്നലെ 2 തവണയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത്. സേനാ മേധാവി US വിദേശകാര്യ സെക്രട്ടറിയോട് സംസാരിച്ചതിനെക്കുറിച്ച് പാക് DGMO പരാമർശിച്ചു. പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് US ഇടപെടലുണ്ടായത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നരേന്ദ്രമോദിയെ വിളിച്ചു. പാകിസ്ഥാനെ വിശ്വസിക്കേണ്ടതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ചേർന്ന യോഗത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാട്. പാക് DGMO രണ്ടാമത് വിളിച്ച ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ഇനിയും പ്രകോപനമുണ്ടായാൽ ആവശ്യമെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള നടപടികളിൽ ഇന്ത്യൻ സേനകളെ കരുത്ത് കാട്ടാനായെന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം അതിർത്തികളിൽ വൻ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.